എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ യാത്രകൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയ ടേണിംഗ് പോയിന്റുകളാണ്. ഓരോ യാത്രകളും യാത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ടേണിംഗ് പോയിന്റുകളാക്കി തീർക്കാം ഏത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ഉദാഹരണം ഞാൻ പറയട്ടെ. നമുക്ക് തിരുവനന്തപുരം വരെ പോകണം. നമ്മൾ എങ്ങനെ പോകും? ഒന്നല്ലെങ്കിൽ ട്രെയിന് പോകും, അതല്ലെങ്കിൽ KSRTC ബസ്സിന് പോകും, ഇനി അതും അല്ലെങ്കിൽ ചില ആൾക്കാർ ഫ്ലൈറ്റിന് പോകും, അല്ലേ? നമ്മളാരെങ്കിലും ആക്റ്റീവ സ്കൂട്ടറിന് നമ്മൾ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോവില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ വാർത്തയിലേക്ക് കിടക്കാം. ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി നമ്മുടെ ആ HP പമ്പുണ്ടല്ലോ, അതായത് പോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മളുടെ ചാലക്കുടിക്ക് പോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അടിപ്പാതയുടെ അവിടേക്ക് വരുമ്പോൾ ഇടതുവശത്ത് ഉള്ള സർവീസ് റോഡ്, ആ സർവീസ് റോഡ് HP പമ്പ് കഴിഞ്ഞ് മേഴ്സി ഹോം. ഈ മേഴ്സി ഹോമിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു അപകടമുണ്ടായി. ഈ അപകടം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂട്ടറിൽ, ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ ഒരു കുടുംബം സഞ്ചരിക്കുന്നു. 11 വയസ്സായ ഒരു കുട്ടി, പിന്നെ ഭർത്താവ്, ഭാര്യ. ഭർത്താവിൻ്റെ പേര് തമ്പാൻ, 48 വയസ്സ്, കമ്പിവളപ്പിൽ വീട്, കക്കായം, അമ്പലപ്പുഴ. ഈ അഡ്രസ്സിൽ പറയുന്ന ഭർത്താവും പിന്നെ 11 വയസ്സായ കുട്ടിയും പിന്നെ ഭാര്യയും കൂടിയിട്ടാണ് ഈ ആക്റ്റീവ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ആക്റ്റീവ സ്കൂട്ടറിൻ്റെ പിറകിൽ വന്ന് ഈ ലോറി, ഒരു ടാങ്കർ ലോറി, ആ ടാങ്കർ ലോറി വന്ന് ഇടിച്ചു. ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയും ഈ വണ്ടി ഓടിച്ചിരുന്ന, ഈ ആക്റ്റീവ ഓടിച്ചിരുന്ന ഭർത്താവായിട്ടുള്ള തമ്പാൻ്റെ കാലുകളിലൂടെ ഈ ടാങ്കർ ലോറി കയറി ഇറങ്ങിപ്പോയി. ആ കാഴ്ച ഞാൻ ഇന്നലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. ഞാൻ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടു. നമുക്കേ കാലിങ്ങനെ കാലരഞ്ഞു പോയി. അങ്ങനെ ഇപ്പോൾ ഈ തമ്പാൻ ഉള്ളത് രാജേരി ഹോസ്പിറ്റലാണ്. രാജേരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന്, അടിയന്തരമായിട്ടൊരു ട്രീറ്റ്മെൻറ്റിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ആ ചേട്ടൻ്റെ കൂടെ തന്നെ ഭാര്യയുടെ അവരൊക്കെ നിലവിളി കണ്ടപ്പോഴില്ലേ, എനിക്ക് വളരെയധികം എന്താ പറയുക, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ ഇല്ലാണ്ടായി പോണ പോലെ തോന്നും. ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ചേട്ടൻ എങ്ങോട്ട് പോകായിരുന്നു, എവിടേക്ക് പോകായിരുന്നു? ഇതാണല്ലോ ഒരു ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ അറിയാൻ സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ വീട് ഈ പറയുന്ന അമ്പലപ്പുഴയാണ്. ഇദ്ദേഹം ഈ ആക്റ്റീവ സ്കൂട്ടറിൽ പാലക്കാട് നിന്ന് ഈ കായംകുളം, ഈ അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോയിരുന്നു ആക്റ്റീവ സ്കൂട്ടറുമായി. എനിക്ക് മനസ്സിലാവുള്ളത്, എനിക്കിപ്പോഴും ഈ സാധനമാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇതെങ്ങനെയാണ് ആളിത് ഓടിച്ച് പോണേന്ന്. നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർ വരെ പോകുമ്പോഴേക്കും ഈ ആക്റ്റീവ സ്കൂട്ടറിന് ഞാൻ അവിടുന്ന് തൃശ്ശൂർ വരെ പോകാറുണ്ട്. എനിക്ക് പോകുമ്പോഴേക്കും ആകാവശ്യതയും. അപ്പോൾ എങ്ങനെയാണ് ഈ പാലക്കാട് നിന്ന് ഈ ആക്റ്റീവ സ്കൂട്ടറിന്, അതും ഒരു കുടുംബം, ആളുടെ ഭാര്യ, 11 വയസ്സായ കുട്ടി, ഇവർ ഈ വണ്ടിയിൽ ഈ സമയത്ത് ഒരു 12 മണി സമയത്ത് ഇതെങ്ങനെയാണ് ഈ അമ്പലപ്പുഴയ്ക്ക് പോണേ? ഇത് സാധ്യമായ ഒരു സംഭവമാണോ ശരിക്കും പറഞ്ഞത്? നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം തോന്നാൻ എന്തുണ്ടാവും? ആ കുടുംബത്തിനെ വലിയ ദുരന്തത്തിൽ നിന്നാണ് എന്തോ ഭാഗ്യം രക്ഷപ്പെടുത്തിയത്. അപ്പോൾ 11 വയസ്സായ കുട്ടിയുണ്ട്, ഭാര്യ, ചേച്ചിയുണ്ട്, അവർക്കൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിനാണെങ്കിൽ കാലുമാക്കൂടെ ഈ ടാങ്കർ ലോറി കയറിറങ്ങി പോവുകയും ചെയ്തു. വലിയ എന്താ പറയുക, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം. ഞാൻ ഇന്നലെ അവിടെ ചെന്ന സ്പോട്ടും കണ്ടു. ഇപ്പോൾ വണ്ടിയുടെ ആക്റ്റീവയുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഈ ചേട്ടനും കുടുംബവും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ യാത്രയും പറ്റിയിട്ടാണ്. എങ്ങനെ ഈ ആക്റ്റീവ സ്കൂട്ടറുമ്പോൾ ഈ അമ്പലപ്പുഴ വരെ ഇത് ഓടിച്ച് പോകാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെ പോകാൻ പറ്റും? പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂട്ടറിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ദൂരമുണ്ട്. ബൈക്കിൽ മറ്റേ ചെത്ത് പയ്യന്മാർ വണ്ടി ഓടിച്ച് പോകാം, അതുപോലെയാണോ ആക്റ്റീവ പോണത്? എനിക്കറിയില്ല. കുറച്ച് ഡ്രൈവിംഗ് പരിചയമുള്ള ഒരാൾ മാത്രമാണ്. എന്തായാലും ആ ചേട്ടനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. രാജഗിരി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. ഒരു അടിയന്തര സർജറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം.